റോബർട്ട് ഡി നീറോയെ മോഹൻലാലിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് മാർട്ടിൻ സ്കോർസെസി പോലെയുള്ള അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ പ്രശസ്തരായ സംവിധായകരാണ്. അതിൽ ലോക സിനിമയിൽ തന്നെ അറിയപ്പെടുന്ന സംവിധായകരായ ബെർണാഡോ ബെർട്ടലൂച്ചിയുടെ 1900 വരുന്നുണ്ട്, സെർജിയോ ലിയോണിന്റെ വൺസ് അപ്പോൺ എ ടൈം ഇൻ അമേരിക്ക, ക്വിന്റിൻ ടാരന്റിനോയുടെ ജാക്കി ബ്രൗൺ തുടങ്ങിയ ലോക ക്ലാസിക് സിനിമകളും ലോക പ്രശസ്ത സംവിധായകരും റോബർട്ട് ഡി നീറോയ്ക്ക് സ്വന്തമാണ്. എന്നാൽ അതേസമയം മോഹൻലാലിന്റെ സിനിമാ കരിയറിനെ മുന്നോട്ട് നയിച്ചത് സത്യൻ അന്തിക്കാട്, ഫാസിൽ, ജോഷി, രഞ്ജിത്ത്, IV ശശി, സിബി മലയിൽ, ബ്ലസ്സി, ഭദ്രൻ തുടങ്ങിയ നമ്മുടെ പ്രശസ്തരായ സംവിധായകരാണ്. മാർട്ടിൻ സ്കോർസെസിയെ പോലെയുള്ള മാസ്റ്റേഴ്സിന്റെ അസാന്നിധ്യം ഈ താരതമ്യത്തിൽ മോഹൻലാലിന്റെ കരിയറിനെ ബാധിക്കുമെങ്കിലും അപൂർവമെങ്കിലും നമ്മുടെ മാസ്റ്റർമാരായ G. അരവിന്ദനും പത്മരാജനും ഭരതനും ഷാജി കരുണുമെല്ലാം മോഹൻലാലിന്റെ കരിയറിൽ മികച്ച സിനിമകൾ നൽകിയവരാണ്.